ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. സമയം സായാഹ്നമായി. ഈ സായാഹ്നത്തിൽ ഞാൻ മുട്ടം വരെ പോയതായിരുന്നു. ഈ മുട്ടം വരെ പോകുന്നതിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തൂടെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നി. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് പുറവിള. കൂട്ടുകാരായ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും പുറവിള എന്ന് പറഞ്ഞാൽ എവിടെയെന്ന്. പാലായിൽ നിന്നും 2 വഴിക്ക് നമുക്ക് തൊടുപുഴയ്ക്ക് പോകാം. ഒന്ന് പ്രവിധാനം, കൊല്ലപ്പള്ളി, പിഴക്, കുറിഞ്ഞി, നെല്ലാപ്പാറ, കരിങ്ങുന്നം വഴി തൊടുപുഴ. അടുത്തത് പ്രവിധാനം, കൊല്ലപ്പള്ളി, കൊടുമ്പടി, കുറുമണ്ണ്, നീലൂർ, മുട്ടം, തൊടുപുഴ. അങ്ങനെ കൊല്ലപ്പള്ളിയിൽ നിന്നും മുട്ടത്തിനുള്ള വഴിക്കിടയ്ക്കാണ് ഈ പുറവിള എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ പുറവിള എന്ന് പറഞ്ഞാൽ 2 ജില്ലയുടെ അതിർത്തിയാണ്. പുറവിളയിൽ വെച്ചാണ് കോട്ടയം ജില്ലയും ഇടുക്കി ജില്ലയും തമ്മിൽ വേർതിരിയുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ അതിലൂടെ യാത്ര പാക്കുമായി പോയപ്പോൾ എനിക്ക് തോന്നി തിരിച്ചു വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ ഇവിടെ ഇറങ്ങി നിന്ന് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഈ പുറകിൽ കാണുന്നത് തുടങ്ങനാട് പള്ളിയാണ്. തുടങ്ങനാട് ഫൊറോന ചർച്ചാണ്. വളരെ നല്ല ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് തുടങ്ങനാട്. പിന്നെ ഈ കാണുന്നത് ചാവറ സ്കൂളാണ്. ചാവറ അതടുത്ത നാളിൽ പുതിയതായിട്ടുണ്ടായ സ്കൂളാണ്. പിന്നെ തുടങ്ങനാട് പള്ളിയുടെ പുറകിൽ മലനിരകളൊക്കെ കാണാൻ വളരെ സൗന്ദര്യമുണ്ട്, വളരെ രസമാണ്. ഈ കാണുന്ന വഴിയെ പോയാൽ നീലൂർക്ക് പോകാം. ഇതിലെ ഇങ്ങനെ അങ്ങ് പോയാൽ വിച്ചാട്ട് കവലയിലേക്ക് എത്തും. വിച്ചാട്ട് കവലയിൽ നിന്നും വലത്തേക്ക് പോയാൽ മുട്ടമാകും, ഇടത്തേക്ക് പോയാൽ കരിങ്കുന്നമാകും. അങ്ങനെ പാക്കും കൊണ്ട് ഇതിലെ പോയപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഈ പാക്കിനെ പറ്റി പറയുമ്പോൾ വെടിരായപ്പൻ സാറിനെയാണ് ഓർമ്മ വരുന്നത്. വെറ്റയെട് പാക്കെട് ചുണ്ണാമ്പെട് പുകലയെട്, വെറ്റയെട് പാക്കെട് ചുണ്ണാമ്പെട് പുകലയെട്, മുറുക്കാം മുറുക്കാം മുറുക്കിക്കൊണ്ടിരിക്കാം, മുറുക്കിൻ്റെ അവസാനം തുപ്പിക്കളയാം. പാക്ക് പാക്ക് വെറ്റയെട് പാക്കെട് ചുണ്ണാമ്പെട് പുകലയെട്. അങ്ങനെ അല്പം പാക്കുമായി പോയപ്പോൾ ഈ പ്രകൃതി സൗന്ദര്യം കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.